അസ്സലാമു അലൈക്കും. റമദാൻ മുബാറക്. മതപരമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ആഘോഷങ്ങളെന്ന് പറയുമ്പോൾ ഒത്തുചേരലിൻ്റെ ഒരു ഉത്സവമാണ്. കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് ജീവിതം ഒരു 4 ചുവരിൽ ഒതുങ്ങിയപ്പോൾ ഇത്തരത്തിലുള്ള ആഘോഷ ദിവസങ്ങളിൽ മാത്രമായി ഈ ഒത്തുചേരൽ ഒത്തുകൂടുകയാണ്. പരമപുണ്യമായ റമദാൻ എന്ന് പറയുന്നതും ഒത്തുചേരലിൻ്റെ ഒരു ഉത്സവമാണ്. ഋതുശുദ്ധിയുടെ ഓരോ നാളുകളിലും വേണ്ടപ്പെട്ടവരോടൊപ്പം പ്രാർത്ഥനയും നോമ്പ് തുറക്കലും ഒക്കെയായി ഈ റമദാൻ മാസവും നമ്മൾ ഒത്തുചേരുകയാണ്. ചാനൽ ഡിയും മലബാർ അടുക്കളയും ചേർന്നൊരുക്കുന്ന രുചിഭേദങ്ങളുടെ കലവറ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ജബീലിലാണ്. ഇന്ന് നൂറുൽ ഹുദയിൽ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിലെ ഒരു പറ്റം സുഹൃത്തുക്കളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സാംസ്കാരിക നഗരി എന്ന് പേര് വരാൻ തന്നെ കാരണമുണ്ട്. ആഘോഷങ്ങളും ആചാരങ്ങളും പലതാണെങ്കിലും എല്ലാ ആഘോഷങ്ങൾക്കും ജാതി മതഭേദമന്യേ എല്ലാവരും ഒരുമയോടെ ഒത്തിണക്കത്തോടെ പരസ്പരം സ്നേഹത്തോടെ ആഘോഷിക്കുന്നൊരു ജനത. അതാണ് തൃശ്ശൂരിൻ്റെ ഒരു വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തൃശ്ശൂരിനെ സാംസ്കാരിക നഗരം എന്ന് വിളിക്കുന്നത്. കലയും സാഹിത്യവും ജീവവായു പോലെ കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ജനതയെ നമുക്കിവിടെ കാണാം. ചന്ദനക്കുടം നേർച്ചയും പുലിക്കളിയും പൂരങ്ങളും പെരുന്നാളുകളും ഒരുപോലെ ആഘോഷിക്കാൻ ഒരേ മനസ്സോടുകൂടി ഒത്തുചേരുന്നവരാണ് തൃശ്ശൂരുകാർ. മലകളും പുഴകളും കടലും കായലും വരെ ഈ നാടിൻ്റെ ആഘോഷങ്ങൾക്കൊരു ഭാഗമാണ്. അങ്ങ് വിദേശികൾക്കിടയിലും തൃശ്ശൂരിൻ്റെ പെരുമ പ്രശസ്തമാണ്. അസ്സലാമു അലൈക്കും. മലയാളികളുടെ ഏതൊരാഘോഷത്തിനും ഭക്ഷണമായിട്ടൊരു ബന്ധമുണ്ടെന്ന് പറയുന്നത് പോലെ ഇഫ്താർ വിഭവങ്ങളും വളരെ ഫേമസ് ആണ്. അതിപ്പോൾ മലബാർ സൈഡ് ആയിക്കോട്ടെ, കേരളത്തിൻ്റെ തെക്കേ അറ്റത്തേക്കായിക്കോട്ടെ, കേരളത്തിൽ ഓരോ 10 കിലോമീറ്ററിലും ഓരോ ഭക്ഷണ സംസ്കാരം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇന്ന് നമ്മൾ ഇഫ്താറിന് കൂടാൻ പോകുന്നത് പൂരനഗരിയായ തൃശ്ശൂർ ജില്ലയിലെ ചില സുഹൃത്തുക്കളോടൊപ്പമാണ്. ഹലോ ഇത്താത്താസ് ആൻഡ് കമ്പനി. ഹലോ. വലൈക്കും അസ്സലാം. എന്താണ് വിശേഷം? എന്താ ഉണ്ടാക്കുന്നത്? പേരെന്തെടുത്താടാ? ബിസി ആണല്ലോ ഭയങ്കരമായിട്ട്. തൃശ്ശൂരിൽ എവിടെയാണ്? അക്കിക്കാവ്. ഹസ്ബൻഡ്? പട്ടാമ്പി. ശരി. ഇത്താടെ സ്പെഷ്യൽ എന്താ ഇന്ന്? മഞ്ഞ കളറായിട്ടുള്ള കഞ്ഞി. നമ്മൾ നോമ്പൊക്കെ തുറന്നതിന്റെ ശേഷം തറാവിസ്കാരം കഴിഞ്ഞിട്ട് കുടിക്കുന്നത് ആ സംഭവം. ശരി ശരി. ഇന്ന് എന്തൊക്കെ ഉണ്ട് സ്പെഷ്യല്? ബിരിഞ്ചി എന്ന് പറയുമ്പോ ശരി. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ? ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ശാലിച്ച് വേപ്പിലിടും, പെരിഞ്ജീരകം പൊടിച്ചിടും, എന്നിട്ട് വെള്ളപ്പാൽ ഒഴിച്ചിട്ട് അതിൽ അരിയിട്ട് വെന്തതിന് ശേഷം തൻപാൽ ഒഴിക്കാം. ഇനി തൻപാൽ ഒഴിക്കാണ്. ഇത് നിങ്ങളുടെ നാട്ടിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ബിരിയാണിയുടെയും നെയ്ച്ചോറിന്റെ ഒക്കെ കടന്നുവരവോടെ ഇത് വംശനാശം നേരിട്ട് പഠിപ്പിച്ച ഉമ്മ. ഇത് ഉമ്മ പഠിപ്പിച്ചത്. ഇതിന് കോമ്പിനേഷൻ എന്താ? ബീഫ് വരട്ടിയതും പിന്നെ
നമ്മുടെ പച്ചക്കായും പയറും കൂടെ വേവിച്ചത്. പച്ചക്കായും പച്ചക്കായും പയറും കൂടെ വേവിച്ച് അതിൽ തേങ്ങ അരച്ചൊഴിച്ച് കടുകൊക്കെ വറുത്തിട്ട് എരിശ്ശേരി ഒരു ടൈപ്പ് തേങ്ങാച്ചോറൊക്കെ പോലെ. എനിക്ക് തേങ്ങാച്ചോറ് അറിയാം, അതുപോലൊക്കെ അതിലൊക്കെ പെട്ടത് തന്നെ. ഞങ്ങളുടെ ചാവക്കാട് ഏരിയയിൽ കണ്ടുവരുന്ന ഒരു. പിന്നെ ഇപ്പൊ ഇല്ല, ഇപ്പൊ ആർക്കും വല്ലാണ്ട് ആരും ഉണ്ടാക്കുന്നില്ല. ഇപ്പൊ നമ്മള് ന്യൂ ജനറേഷനൊക്കെ ഇത് അന്യമായിക്കൊണ്ടിരിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിക്കാനായോ? തേങ്ങാപ്പാൽ ഒഴിക്കാനാണ് ഇപ്പൊ. അങ്ങനെ ഒഴിച്ചിട്ട് അത് ഇനി സിമ്മിലിട്ട് വേവിക്കും. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഡ്രൈ ആവും നല്ല. പിന്നെ ബിരിഞ്ചി പേരല്ല വെറൈറ്റിയാ. ഞങ്ങളുടെ തൃശ്ശൂരിന്റെ മാത്രം പ്രത്യേകതയാണ്. അവിടെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഹലോ ഇത്തല്ല, എന്താണ് ഉണ്ടാക്കുന്നത്? അയില പുഴുങ്ങിയത്. അത് ശരി. അയില മൊത്തമായിട്ട് അയില തല ആണല്ലേ? ഓക്കെ വരഞ്ഞിട്ടിട്ട്. ഇത് പത്തിരിയുടെ കൂടെയൊക്കെയാണോ കഴിക്കുന്നത്? കൈപ്പത്തിരി. തേങ്ങാപ്പാൽ സെപ്പറേറ്റും പത്തിരിയില് നമ്മള് പത്തിരിയില് മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം. നല്ല കോമ്പിനേഷൻ. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അത് ഈ ജീരകം, മല്ലി, കുരുമുളക്, ചെറിയുള്ളി, തക്കാളി ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. മുളക് പൊടി, മുളക് പൊടി, തക്കാളി ഒന്നുമില്ല. ഇത്തയുടെ പേരെന്താ? ഷെമീന. അത് ശരി. തേങ്ങാപ്പാല് എന്നാ അത് ഒഴിച്ചോളൂ. ഇനി ഇത് കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് റെഡി ആവാനായിട്ടുണ്ട്. ഇതെന്തായിരുന്നു? ജീരകഞ്ഞി. മറ്റേ താത്ത ഞാനത് അരിയാ. ജീരകഞ്ഞി ആയോ? ഏകദേശമായിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അല്ലേ? ഇതിപ്പോ ഇനി റെഡി ആയിരിക്കും. തേങ്ങ ഒക്കെ ഒഴിച്ച് ഇനിയിപ്പോ ഇത് ഈ തേങ്ങാപ്പാലും കൂടി എല്ലാരും തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ടല്ലോ. ഒരുവിധം എല്ലാ ഡിഷസിലും ഉണ്ടാവും. നല്ല കൂളിംഗ് എഫക്ട്. ഇത് ഇതിൽ ഒഴിക്കാണ്ട് മാത്രം നിങ്ങൾ സെപ്പറേറ്റും വെച്ചിട്ട് അല്ലേ? സെപ്പറേറ്റും നല്ല ടേസ്റ്റ് അല്ലേ? അപ്പൊ ഇതിന്റെ പണി കഴിഞ്ഞല്ലേ? അപ്പൊ ഏകദേശം എല്ലാം ആയി. ഇനിയിപ്പോ സ്നാക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അതാ ടൈമില് ക്രിസ്പിനെസ് കഴിക്കാം. രേഷ്മക്ക് പാലിയപ്പം ഉണ്ടാക്കാണ്ട്. ഞാൻ ആ ഇത്താത്തോട് ചോദിച്ചു നോക്കട്ടെ, എന്താണിത്? ഇതാണ് പാലിയപ്പം അല്ലേ? ഇതിങ്ങനെ ഭയങ്കര ചെറുതായിട്ടാ അല്ലേ നിങ്ങള്? അത് ഒരുപാട് സമയം എടുക്കൂലേ? നേരത്തെ തുടങ്ങുമായിരിക്കൂലേ ഇത്? ഇതിനു വേണ്ടിട്ട് എല്ലാവരും കൂടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് നല്ല രസമായിരിക്കും അല്ലേ? ഇത് തേങ്ങാപ്പാൽ ഇതിനും ഉണ്ട്. തേങ്ങാപ്പാല് 2ാം പാലുണ്ട്, 1ാം പാലും. അതൊക്കെ എങ്ങനെയാ പഠിച്ചേ? ഉമ്മച്ചിയുടെ എഴുതാ. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കും നോമ്പാകുമ്പോ? എല്ലാ ദിവസവും? സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങൾ വല്ല സൽക്കാരോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴുണ്ടാക്കാം. ശരി, ഞാൻ അവിടെ ഒന്ന് പോയി നോക്കട്ടെ. എന്താണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്? ഇത് നമ്മുടെ നാട്ടിൽ ചക്കരപ്പാല് എന്ന് പറയും. തേങ്ങ ഇട്ടിട്ടുണ്ടോ അതില്? തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ കഞ്ഞിയുടെ വെള്ളം ഒഴിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത്. അത് ശരി. എന്നിട്ട് ഇതിൽ മിക്സ് ചെയ്യും. ശർക്കരപ്പാനി, ചെറുപ്പഴം വെച്ചിട്ട് മാഷ് ചെയ്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചുമന്നുള്ളി ഇടും. ഇത് അത്താഴത്തിനാണ്. ശരി. അപ്പൊ നമുക്കൊരു കൂളിംഗ് അല്ലൊരു. കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇത് ഇഞ്ചി ഒന്നും ഇട്ടിട്ട് കഴിച്ചിട്ടില്ല. നമ്മൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അവിലൊക്കെ ഇടൂലേ? അത് അവിൽ മിൽക്ക് എന്ന് പറയാം. അതുപോലെ എനിക്ക് തോന്നി അവിൽ മിൽക്കിന്റെ ഒരു ഇതുണ്ട്. നിങ്ങളുടെ തൃശ്ശൂരിന്റെ സ്വന്തം തന്നെ അത്. കൂടുതൽ പേര് മാറ്റി. സമ്മതിച്ചു. എല്ലാത്തിനും തേങ്ങാപ്പാലുണ്ടെന്ന് മനസ്സിലായി. തേങ്ങാപ്പാലായിട്ട് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കുറുകിയായിട്ടോ? കുറച്ചൊരു തിക്കായിട്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇവിടെ രേഷ്മ പാലിപ്പം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ സാധനം അതിങ്ങനെ ഇതില് അതിന്റെ ഷേപ്പ് ഒന്നും പോവില്ല. പതുക്കെ നമ്മൾ വേവിച്ച പൊടിയാണ്. തേങ്ങാപ്പാലിൽ വേവിച്ചിട്ടാണ്. പിന്നെ ഇനി തേങ്ങാപ്പാലിട്ടൊന്ന് കുറുകിയിട്ടാണ് നമ്മളെടുത്ത്. പിന്നെ ഉള്ളി താളിച്ചൊഴിക്കുകയും അത്രയുള്ള. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്നാക്സുകളൊക്കെ പൊരിക്കാനായല്ലോ, സമയമായി. ഇനിയിപ്പോ അത് കഴിയുമ്പോഴത്തേനും നമുക്ക് ബാങ്ക് കൊടുക്കും, നോമ്പ് തുറക്കാം.
ഇതെന്താ ഇത് കളറൊക്കെ മാറിയല്ലോ. അതില് നമ്മളിപ്പോ ശർക്കര ഉരുക്കി ഒഴിച്ചത്. അത് ശരി. അപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട് ശർക്കരയുടെ അല്ലേ. ഇത് ഉടയൂല സംഭവങ്ങള്? ഇല്ല, വേവിച്ചത്. അപ്പൊ ഉടയത്തില്ല. പിന്നെ രണ്ടാം പാലില് നമ്മളത് ബോയിൽ ചെയ്തിട്ട് ഇപ്പൊ ശർക്കര പാനി ഒഴിച്ചേക്ക്. ഈ കളറാണ് ഇതിന്റെ കളറ് ലാസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. കഴിഞ്ഞ സംഭവം കഴിഞ്ഞോ? ഇനി ഇതൊന്ന് കുറുകിയതിനു ശേഷം നമുക്ക് ഒന്നാം പാൽ ഒഴിക്കണം. അത് ശരി. എന്നിട്ട് പിന്നെ ഒന്ന് ഉള്ളി തൂമിച്ച് ഒഴിക്കണം. പിന്നെ ഏലക്കായ പൗഡർ. ഏലക്കായ. അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷമൊക്കെ? സുഖമായിട്ട് പോകണം, അൽഹംദുലില്ലാ. എന്താ മോൻ്റെ പേര്? നബീസ. അത് ശരി. ഇവിടെ ഇപ്പോൾ കുറേ ആയോ വന്നിട്ട്? നോമ്പായിട്ട്. അത് ശരി, അത് ശരി. ശരി, എങ്ങനെയുണ്ട് നോമ്പൊക്കെ ഇവിടെ എത്തിയിട്ട്? പേരക്കുട്ടികളായിട്ടൊക്കെ നോക്കി സുഖമായിട്ട് പോകണമല്ലേ? ഇവിടെയാണോ ഇഷ്ടം? നാട്ടിലാണ്. ആ ശരി. പണ്ടത്തെ നോമ്പായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു. ഇപ്പോൾ ഈ ഒരുപാട് ഫ്രൈസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? ആ ശരി. സമൂസ, കട്ട്ലറ്റ് ഒക്കെ വേറെ മീൻസ് പണ്ടത്തെ കാലത്ത് അതൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല, കേട്ടിട്ടുണ്ട് വല്യമ്മമാരൊക്കെ പറഞ്ഞിട്ട്. എങ്ങനെയായിരുന്നു? ഇപ്പം ഞങ്ങളൊക്കെ ഈ കാലത്തായതുകൊണ്ട് ഒരുപാട് പേര് ലൈക്ക് വല്യമ്മമാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അന്നത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തേനേക്കാളും കുറച്ചും കൂടെ കൂടിയിരുന്ന് ഓതുക, നിസ്കരിക്കുക, കുറച്ചും കൂടെ ദീനിപരമായിട്ടും. ഇപ്പം എല്ലാവരും ഭയങ്കര ബിസിയാണല്ലോ, കുക്കിംഗ് ഒക്കെ ഒരുമിച്ചിരുന്ന് അങ്ങനെയൊക്കെയാണ് കേട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്നാമത് കൂട്ടുകുടുംബമാണല്ലോ. അപ്പം എന്തൊക്കെയായിരുന്നു നിങ്ങളാ ചെറുപ്പത്തിലെ നോമ്പൊക്കെ എങ്ങനെയായിരുന്നു? എല്ലാവരും കൂടിയിട്ട് നോമ്പറക്കുന്ന നേരത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ ഇന്നത്തെ പോലെ ഈ മൈക്കൊന്നല്ലല്ലോ ബാങ്ക് കൊടുക്കണ കേൾക്കാൻ. ബാങ്ക് കൊടുക്കണ കേൾക്കൂല. ചിലപ്പോൾ മുട്ട് വിളി എന്തെങ്കിലും ആണോ? ചെറിയൊരു സൗണ്ടില്ല ആൾക്കാരുള്ള ഇത് കേൾക്കണതിലുള്ള. എല്ലാവരും നോമ്പിൻ്റെ ഒരു മാസം മുന്നേ തന്നെ വീട് വൃത്തിയാക്കലും എല്ലാ ഇതും തുടങ്ങും. നല്ലൊരു ഇന്നിപ്പോഴൊരു ആ ഇതില്ല, സന്തോഷമില്ല. വന്നതിനേക്കാളും കുറഞ്ഞെന്ന്. പിന്നെ എല്ലാവരും പിന്നെ ഉച്ച വരെ ഇരുന്നിട്ട് ഖുർആനൊക്കെ ഓതി, കുട്ടികളും വലിയവരും ഒക്കെ. പിന്നെ നോമ്പറന്നാലും പിന്നെ എല്ലാവർക്കും പള്ളിയിൽ പോകണം. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകും. അല്ല, ആണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ പള്ളിയിൽ പോകണം. വീട്ടില് പിന്നെ എല്ലാവരും നിസ്കരിക്കലും അതൊക്കെ ആയിട്ട് വിവാദത്തിൽ തന്നെ എല്ലാവരും ഫുൾ ടൈം കുട്ടികളും എല്ലാവരും തറാവിയൊക്കെ ഒരുമിച്ച് എന്നിട്ട് കുറെ ആൾക്കാരും ഉണ്ടാവുമല്ലോ അന്നത്തെ. ഇപ്പൊ എല്ലാവരും സെപ്പറേറ്റ്. ഇപ്പൊ എങ്ങനെ നാട്ടില് നിങ്ങളെവിടെ എല്ലാവരും ഒരുമിച്ചാണോ? ഇപ്പൊ മക്കളൊക്കെ ഇവിടെ, മരുക്കളൊക്കെ ഇവിടെ, ഞാൻ മാത്രം ഇവിടെ. ശരി. ഈ നോമ്പിന് മക്കളുടെ കൂടെ ഒക്കെ നിക്കാച്ചിട്ട് വിചാരിച്ചു. ഇപ്പൊ എന്നാ തിരിച്ചു പോകുന്നത്? ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് പോണമെന്നുണ്ട്. വീട്ടില് ഹജ്ജൊക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്, 5 വർഷം മുന്നേ ചെയ്തിട്ടുണ്ട്. അന്ന് എങ്ങനെയായിരുന്നു അതിന്റെ ഒരുക്കങ്ങൾ? ഹജ്ജൊക്കെ ചെയ്യാൻ കുറച്ച് മുമ്പ് തന്നെ തുടങ്ങൂലേ? ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ ഉമ്മയും കൂടി ഇട്ടുമില്ല. എൻ്റെ ഉമ്മ കുറച്ച് പ്രായമുള്ള ഒരാളായിരുന്നു. ഞങ്ങൾ രണ്ടാളും പോകുമ്പോൾ ഉമ്മാനും കൊണ്ടാവാൻ ഉമ്മക്ക് ഇങ്ങനെ നടക്കാനൊന്നും അത്ര ഇല്ല. അപ്പൊ ഞങ്ങളങ്ങനെ പിടിച്ച് ഇടങ്ങറായിട്ട് കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിച്ചേക്കാണ്. പിന്നെ അവിടെ ചെന്നപ്പോൾ എല്ലാതും എന്നാൽ എനിക്കും സുഖമില്ല, എന്നാലും എല്ലാ കാര്യങ്ങളും ഉമ്മക്ക് തീരെ സുഖമില്ലാത്ത ഉമ്മ എല്ലാ കാര്യങ്ങളും ഉഷാറായി ചെയ്ത്. നല്ല മഴയും പെയ്തന്നു അവിടെ മീനാല്. എന്നിട്ട് ആ വെള്ളമൊക്കെ കാലിന്റെ മുട്ടിന്റെ ദൂരണ്ടായിരുന്നു. മീനാലിനൊക്കെ ഞങ്ങളൊരു രക്ഷപ്പെടുത്തി കൊണ്ടുപോയിരുന്നു. വേഗം അവിടെ നിന്ന് പോകണം. അതിൽ കൂടെ വെള്ളത്തിൽ കൂടൊക്കെ ഞങ്ങൾ നുഴഞ്ഞു കയറിയിട്ട് രക്ഷപ്പെട്ടു പോന്നു. നല്ല അനുഭവമായിരുന്നു.
അപ്പം അങ്ങനെ നമ്മൾ ഒരിക്കൽ പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഹജ്ജ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ആഗ്രഹം മനസ്സിൽ ഇനിയും വരും. എപ്പോഴും നമ്മൾ നിസ്കരിക്കുമ്പോൾ മക്ക കണ്ട കാരണം മക്ക തന്നെ നിസ്കരിക്കണം എന്നുള്ള ഒരു ബോധത്തിൽ നമ്മൾ നിസ്കരിക്കുക. അപ്പൊ കൂടുതലൊരു വിശ്വാസവും മറ്റേ നമുക്കൊരു കിബില ഉണ്ട് എന്നുള്ളൊരു ഇതിലല്ലേ പോയിരുന്നത്. ഇപ്പൊ നമ്മള് കാണുമ്പോ മുന്നിലുണ്ട് എന്നുള്ള കുറച്ചും കൂടെ ഒരു വിശ്വാസത്തിലാണ് നിസ്കരിക്കുന്നത്. പിന്നെ ഇപ്പൊ ദുബായിൽ വന്നപ്പോഴും അവിടെ ചെന്ന ഒരു പ്രതീതിയാണല്ലോ. കുജറയിലൊക്കെ പോകുമ്പോ വല്ല എന്തെങ്കിലും കാണുമ്പോഴേ നമുക്ക് മല കണ്ട പോലൊക്കെ തോന്നും. പിന്നെ അതിന് ശേഷം ഒരിക്കൽ ഉംറക്ക് പോയി കഴിഞ്ഞ വർഷം ഉംറക്ക് പോയി. ഹജ്ജിന് പോകുമ്പോ പക്ഷെ ഭയങ്കര തിരക്കും. ഉംറക്ക് പോകുമ്പോ പിന്നെ നമ്മളൊരു അത്ര തിരക്കില്ല. ഭാഗ്യത്തിന് ലാസ്റ്റ് ഞങ്ങൾക്ക് പോകാൻ പറ്റി. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കൂടെ ചെയ്യാനുള്ള ഭാഗ്യം തരട്ടെ. നമുക്ക് എല്ലാവർക്കും ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം അല്ലാഹു തരട്ടെ. ആമീൻ. അപ്പോൾ ഇവിടെ ഒരുപാട് വിഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. ബാങ്ക് വിളിക്കാൻ വേണ്ടി എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഇഫ്താർ, ഈ മനോഹരമായ ഇഫ്താർ ഒരുക്കി തന്ന നമ്മുടെ മൊഞ്ചത്തി ഇത്താത്തമാരാണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഇഫ്താർ. ഒരുപാട് എൻ്റെ സത്യം പറഞ്ഞാൽ വയറ് മാത്രമല്ല എൻ്റെ മനസ്സും നിറഞ്ഞ്. അതുപോലെ പഴയ കാലത്തെ നോമ്പ് എങ്ങനെയായിരുന്നു, ഹജ്ജിനെ കുറിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് അറിയാൻ പറ്റിയല്ലേ. അപ്പോൾ ഈ ഒരു ഓർമ്മയ്ക്കായിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ ഒരു സെൽഫി എടുക്കണം. അപ്പോൾ ഇത്താത്താസ് ഞാൻ ഇറങ്ങാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി, ഒരുപാട് സന്തോഷമായി, എൻ്റെ മനസ്സും വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറ നമ്മൾ കണ്ടല്ലോ. ഇനി ഇൻഷാ അല്ലാഹ് സീ യു നെക്സ്റ്റ് ടൈം. മസലാമ.